കാസർകോട്ടെ ലഹരിവേട്ടയിൽ പിടിയിലായ മുഹമ്മദ് ഹുസൈൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ. യൂത്ത് കോൺഗ്രസ് വെങ്ങോല പഞ്ചായത്തിലെ 142ാം ബൂത്ത് പ്രസിഡന്റ് കൂടിയാണ് ഹുസൈൻ മുഹമ്മദ്. മുഹമ്മദ് ഹുസൈൻ കോൺഗ്രസിന്റെ ലഹരി വിരുദ്ധ പ്രചരണത്തിലും പങ്കെടുത്തിരുന്നു. ഹുസൈന്റെയും പിടിയിലായ മറ്റൊരു പ്രതി അബ്ദുൾ സലാമിന്റെയും വീട്ടിൽ VD സതീശൻ സന്ദർശനവും നടത്തിയിരുന്നു. കാലിക്കടവിൽ വെച്ച് 139.29 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. അബ്ദുൾ സലാം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം നിയമസഭയിലും എത്തിയിരുന്നു. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, പിടിയിലായ ഈ രണ്ടുപേരും സജീവ കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു, ഉത്തരവാദിത്തമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ സോഷ്യൽ മീഡിയ മാനേജറാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി VD സതീശനുമായി ഒപ്പം നിരവധി തവണ നിരവധി സ്ഥലങ്ങളിൽ നിൽക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തെളിവായി വരുന്നുണ്ട്. വെട്ടിലായിരിക്കുകയാണോ? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആരാണ് ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ രാവിലെ 7:30 കൂടിയാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ വെച്ച് 3 പേരെ ചന്തേര പോലീസ് പിടികൂടുന്നത്. 139.29 ഗ്രാം MDMAയുമായിട്ടാണ് ഇവരെ പിടികൂടിയത്. ഇവർ 3 പേരും പെരുമ്പാവൂർ സ്വദേശികളാണ്. ഇവരുടെ പശ്ചാത്തലം അന്വേഷിച്ചപ്പോഴാണ് ഇവർ പെരുമ്പാവൂർ വെങ്ങോല സ്വദേശികളായ സജീവ കോൺഗ്രസ് പ്രവർത്തകരാണ്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഇതിൽ പ്രധാന പ്രതിയായ മുഹമ്മദ് ഹുസൈൻ VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ്. അദ്ദേഹത്തിന്റെ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ടീം VD സതീശൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നാണ് ഈ മുഹമ്മദ് ഹുസൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, VD സതീശന്റെ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള അദ്ദേഹത്തിനൊപ്പമുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. VD സതീശന്റെ ഓഫീസിലും ആലുവ ദേശത്തെ വീട്ടിലുമൊക്കെ തന്നെ നിത്യസന്ദർശകരാണ് എന്നും കൂടി ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, VD സതീശൻ ഇവരുടെ വീടുകളിൽ, അതായത് ഈ ഹുസൈന്റെയും അബ്ദുൾ സലാമിന്റെയും വീടുകളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. 2024 ഈ രണ്ടുപേരുടെയും വീടുകളിൽ കുടുംബത്തെ അടക്കം ഇവർ VD സതീശൻ പോയി കാണുകയും ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ക്ലിഫ് ഹൗസിലെ ദൃശ്യങ്ങളടക്കം ഇവർ പങ്കുവച്ചിട്ടുണ്ട്. അത് ഇവർ തന്നെ ഷൂട്ട് ചെയ്തതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇവർ സജീവമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ VD സതീശന് വേണ്ടി ഇടപെട്ടിരുന്ന VD സതീശന്റെ PR ടീം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ആളുകളാണ്. മാത്രവുമല്ല, ഇതിൽ ഹുസൈൻ വെങ്ങോല പഞ്ചായത്തിലെ 142ാം നമ്പർ ബൂത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ അബ്ദുൾ സലാം PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം ഇക്കഴിഞ്ഞ ജനുവരിയിൽ നിയമസഭാ മന്ദിരത്തിലെത്തുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ കോൺഗ്രസിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികളിൽ നിത്യമായി സ്ഥിരം പങ്കെടുക്കുന്ന ആളുകൾ കൂടിയാണ്. ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട ആളാണ്. പെരുമ്പാവൂരിലെ മഹാറാലി അടക്കം ഗംഭീര വിജയമാണ് എന്ന് പറഞ്ഞവരാണ്. അത്തരത്തിൽ സജീവ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നത് സ്വാഭാവികമായി ഒരുപക്ഷെ വരാനിടയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് ഇതിൽ ഹുസൈൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികൾ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകൾ കൂടിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ പെരുമ്പാവൂരിൽ ഈ ലഹരി വാങ്ങാൻ വേണ്ടി കാത്തിരുന്ന ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. അയാളും ഈ സംഘത്തിൽപ്പെട്ട ആളാണോ എന്ന് സംശയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ കാസർഗോഡേക്ക് ഏതാണ്ട് 7 ലക്ഷം രൂപ വില വരുന്ന ഈ ലഹരി കടത്തിയത് അവിടെ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ്. പാക്കറ്റുകളിൽ സൂക്ഷിച്ച നിലയിലാണ് ഈ ലഹരി കണ്ടെത്തിയത്. ഈ ഡാഷ്ബോർഡിലും അതോടൊപ്പം തന്നെ ഇവരുടെ കയ്യിലുമൊക്കെ തന്നെ ലഹരി ഉണ്ടായിരുന്നു. ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ കാസർഗോഡേക്ക് എറണാകുളത്ത് നിന്ന് ലഹരി കൊണ്ടുപോയി വിൽക്കാറുണ്ട് എന്നിവർ പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. എന്തായാലും ഗുരുതരമായൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് VD സതീശന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടുമില്ല. താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. മയക്കുമരുന്നുമായി പിടിയിലായിരിക്കുന്നയാൾക്ക് കോൺഗ്രസ് പശ്ചാത്തലമുണ്ട്. മുഖ്യമന്ത്രി VD സതീശന്റെ സോഷ്യൽ മീഡിയ മാനേജർ എന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത്.